2020 മെൽബൺ ബോക്സിംഗ് ഡേ ടെസ്റ്റ് അഡ്ലെയ്ഡിൽ കേവലം 36 റൺസിന് പുറത്തായി ഇന്ത്യ നാണം കെട്ടാണ് ഇറങ്ങുന്നത്. വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ഇന്ത്യ ഇനിയൊരു മത്സരവും ജയിക്കില്ലെന്ന പലരും വിധിയെഴുതി. ബോർഡർ ഗവാസ്കർ ട്രോഫിയും ഇന്ത്യ കൈവിടുമെന്ന സ്ഥിതി. ടീമിനെ നയിക്കുന്നത് അജിങ്ക്യ രഹാനെ. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ബൂമറയുടെ ബോളിംഗ് മികവിൽ ഓസീസിനെ 195 റൺസിന് പുറത്താക്കി. പക്ഷേ മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ മയങ്ക് അഗർവാൾ പുറത്ത്. 3-ന് 64 എന്ന നിലയ്ക്ക് ഇന്ത്യ തകർച്ച നേരിടുമ്പോൾ മധ്യനിരയിൽ നായകൻ രഹാനെ എത്തി. ഒരു വശത്ത വിക്കറ്റുകൾ കൊഴിഞ്ഞപ്പോഴും ജഡേജയെ കൂട്ടുപിടിച്ച രഹാനെ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. മികച്ച ബാറ്റിംഗ് പാടവത്തിന് മുന്നിൽ ഓസീസ് ബോളിംഗ് നിര വശം കെട്ടു. ഇന്ത്യയെ സുരക്ഷിതമായ സ്കോറിലെത്തിച്ചതിന് പിന്നാലെ രഹാനെ സെഞ്ചുറി പൂർത്തിയാക്കി. ഒടുവിൽ ജഡേജയുമായി ഉണ്ടായ ആശയക്കുഴപ്പത്തിൽ രഹാനെ പുറത്താകുമ്പോൾ ഇന്ത്യ സുരക്ഷിതമായ സ്കോറിൽ. രണ്ടാം ഇന്നിംഗ്സിലും രഹാനയുടെ നായക മികവിന് മുന്നിൽ ഓസീസ് ബാറ്റിംഗ് നിര അമ്പേ തകർന്നു. 70 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുമ്പോൾ ഗില്ലിനൊപ്പം ക്രീസിൽ രഹാനയും ഉണ്ടായിരുന്നു. ഓസീസിനെ തകർത്തെറിഞ്ഞത് കേവലം ഒരു ജയമായിരുന്നില്ല, 36 റൺസിന് ഓൾ ഔട്ടായ ടീമിന്റെ ചാരത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു. ഇനിയൊരു മടങ്ങിവരവില്ലെന്ന വിധി എഴുതിയവർക്ക് മുന്നിൽ രഹാനെ ഇന്ത്യൻ ടീമിനെ പിടിച്ചുയർത്തി. മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യയുടെ വീരോചിത സമനില. അശ്വിനും വിഹാരിയും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്ര താളുകളിൽ മികച്ചവയുടെ പട്ടികയിലാണ്. പരമ്പര നിർണ്ണയിക്കുന്ന അവസാന മത്സരം നടന്നത് ഓസ്ട്രേലിയ 32 വർഷമായി പരാജയമറിയാത്ത ഗ്യാബയിൽ. പരിക്കിന്റെ പിടിയിൽ വലഞ്ഞ് ഇന്ത്യ ഇറങ്ങിയതാവട്ടെ റിസർവ് താരങ്ങളെ അടക്കം കൂട്ടി. പക്ഷേ ഓസീസിന്റെ വിജയ ചരിത്രത്തിന് ഇന്ത്യയുടെ വിജയദാഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ യുവനിര രഹാനയുടെ നേതൃത്വത്തിൽ ഓസീസിനെ തകർത്തു കളഞ്ഞു. ഗ്യാബയിലെ ഐതിഹാസിക ജയത്തോടെ ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫിയും നിലനിർത്തി. ഇന്ത്യ എഴുതിത്തള്ളിയവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പരിക്കിൽ വലഞ്ഞ ഇന്ത്യൻ ടീമിന്റെ ശക്തമായ തിരിച്ചുവരവ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പരമ്പരയിലാകെ 6 താരങ്ങളാണ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത്. ഗില്ലും സിറാജും സുന്ദറുമൊക്കെ പിന്നീട് ഇന്ത്യൻ ടീമിലെ അവിഭാജ്യ ഘടകങ്ങളായി മാറി. തകർന്നു പോകുമായിരുന്ന ഇന്ത്യൻ യുവനിരയെ അന്ന് അച്ചടക്കത്തോടെ നയിച്ചത് രഹാനെയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് കേവലം ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ രഹാനെ വിട പറയുമ്പോൾ അർഹിച്ച വിടവാങ്ങൽ നിഷേധിക്കപ്പെട്ട താരങ്ങളുടെ പട്ടികയിലേക്ക് അയാളുടെ പേരും എഴുതി ചേർക്കപ്പെടുകയാണ്.